Hello viewers, Assalamu alaikum, Namaskaram. ഇന്ന് നമ്മൾ ഈ ടേസ്റ്റിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മലബാർ ഗീ റൈസ് ആണ്. അതായത് നമ്മുടെ സ്വന്തം നെയ്ച്ചോറാണ്. ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യമാണ് നെയ്ച്ചോറ് തയ്യാറാക്കുക എന്നുള്ളത്. പക്ഷെ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള 2-3 പേര്, അതായത് ബാച്ചിലേഴ്സ് ആണ്, അവർ ബസ്മതി റൈസ് വെച്ചിട്ട് എങ്ങനെയാണ് ഗീ റൈസ് ചെയ്യാന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോമൺ ആയിട്ടും നമ്മുടെ വീട്ടിലാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ നമ്മുടെ കൈമ റൈസ് വെച്ചിട്ടാണ് നെയ്ച്ചോറ് ചെയ്യാറുള്ളത്. ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൈമ റൈസ് വെച്ചിട്ട് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. പക്ഷേ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ബസ്മതി റൈസ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. മാത്രമല്ല പ്രഷർ കുക്കർ അല്ലാണ്ട് നമുക്കിപ്പോൾ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ളൊരു പാത്രത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് ബാച്ചിലേഴ്സിന് ഇത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന വീഡിയോ തന്നെ ആയിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി ഒക്കെ ഞാൻ വീഡിയോനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ആ ഒരു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ 3 ഓപ്ഷൻസ് കാണുന്നുണ്ടാവും. അതിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുള്ളൂ. അപ്പോൾ അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള മലബാർ ഗീ റൈസ് ബസ്മതി റൈസ് വെച്ചിട്ട് പ്രഷർ കുക്കറൊന്നും അല്ലാണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ നല്ല ചുവട് കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും കുറച്ച് കട്ടിയുള്ള പാത്രം എടുത്താൽ അടിയിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇനി ഞാനിതിലേക്ക് പ്യൂർ ആയിട്ടുള്ള മിൽമയുടെ നെയ്യാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു നെയ്ച്ചോറ് കുറച്ച് നെയ്യ് കൂടുമ്പോൾ തന്നെയാണ് ടേസ്റ്റ്. അങ്ങനെ നെയ്യ് കുറച്ച് കൂടിയാലും പ്രോബ്ലം ഒന്നും ഇല്ല എന്നുള്ളവർക്ക് വേണേൽ ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ എടുക്കാം. പക്ഷെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ പ്യൂർ ആയിട്ടുള്ള നെയ്യ് ഇല്ലാത്തവർക്ക് മറ്റ് വെജിറ്റബിൾ ഗീ ഒക്കെ ചേർക്കാം. പക്ഷേ ഈ ഒരു പ്യൂർ ആയിട്ടുള്ള നെയ്യിലാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തന്നെ സൺഫ്ലവർ ഓയിൽ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ നെയ്ച്ചോറ് ചെയ്യാറുള്ളത്. നമ്മുടെ ഉമ്മയും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 10 കാഷ്യൂനട്ട് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതിനെ ചെറുതായിട്ടൊന്ന് ലൈറ്റ് കളർ ആവുന്ന വരെ, ഒരു ലൈറ്റ് ബ്രൗൺ മതി ആവുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സെയിം നെയ്യിലേക്ക് തന്നെ കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഫ്രൈ ചെയ്യുന്ന മീൻസ് അത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഒരുപാട് ബ്ലാക്ക് കളറാവുന്ന വരെ നിൽക്കണ്ട. ഒരു 2 ടേബിൾ സ്പൂണോളം ഉണക്കമുന്തിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, എത്രത്തോളം ചേർക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതും നമ്മളിതുപോലെ ഒന്ന് വറുത്ത് കോരാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള സവാള നന്നായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്താണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ നെയ്ച്ചോറ് ഫൈനലായിട്ട് തയ്യാറാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനാണ് ഈ ഒരു കാഷ്യൂനട്ട്, അതുപോലെ റൈസിൻസും ഈ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള സവാളയും. അപ്പോൾ ഇത് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള സവാളയാണ്. ഇതും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് ബ്ലാക്ക് കളറാവാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. കാരണം നമ്മൾ ഈ ചൂടോട് കൂടിയിട്ട് പ്ലേറ്റിലേക്ക് വെച്ചാലും ആ ചൂടിൽ കിടന്നിട്ട് അത് വീണ്ടും ഒന്ന് എന്താ പറയുക, ഒന്ന് ക്രിസ്പി ആവും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ അത് അതിൽ നിന്ന് മാറ്റണം. ഇത് നമുക്ക് ബാക്കിയുള്ള ഈ ഒരു നെയ്യിലേക്ക് വീണ്ടും ഒരു 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾ സവാളൊക്കെ വഴറ്റിയിട്ട് നെയ്യ് വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് മാത്രം നമ്മുടെ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം, അതായത് ഫെനൽ സീഡ്സ് ചേർക്കാം. ഞാൻ നെയ്ച്ചോറ് ചെയ്യുമ്പോൾ അത് ചെയ്യാറുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 4 ചെറിയ കഷ്ണം പട്ട, കറുകപ്പട്ട, അതായത് സിനമൺ, അത് ചേർക്കാം. പിന്നെ ഒരു 7 ഏലക്ക, 7 ഗ്രാമ്പു ചേർക്കാം. പിന്നെ ഒരു 2 ചെറിയ ബേ ലീഫ്, അതായത് നമ്മുടെ കറുകയില ചേർക്കാം. എന്നിട്ട് ചെറുതായിട്ട് അതിനൊന്ന് സോട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ സ്പൈസസ് ഒക്കെ ചേർക്കുമ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഇതിലേക്ക് നമ്മുടെ തക്കോലം, ജാതിപത്രിയൊക്കെ ചേർക്കുന്നവരുണ്ട്, പക്ഷെ ഞാനൊന്നും ചേർക്കാറില്ല. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നാക്കി ചതച്ചെടുത്താണ്. അതല്ലെങ്കിൽ ഇപ്പം നന്നാക്കി പേസ്റ്റ് ആക്കി എടുത്താലും കുഴപ്പമില്ല. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വീണ്ടും ഒരു ചെറിയ സവാള നന്നായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്ത് ചേർക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സവാള നമ്മൾ അരിഞ്ഞ് ചേർക്കുമ്പോൾ നന്നായിട്ട് കനം കുറഞ്ഞിട്ട് തന്നെ അരിഞ്ഞിട്ട് എടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ക്യാരറ്റാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. ഏകദേശം 1/3 കപ്പ് ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കൊടുക്കുക. ഈ സവാള ഒന്ന് കുഴഞ്ഞ് ക്യാരറ്റിനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ് വരുമ്പം നമുക്ക് ഇതിലേക്കുള്ള വെള്ളം ചേർക്കാനുള്ള ടൈമാണ്. അപ്പോൾ ഈ ഒരു കപ്പിനാണ് ഞാനിവിടെ ഓൾറെഡി 2 കപ്പ് ബസ്മതി റൈസ് അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പിന് തന്നെ വേണം നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിക്കാൻ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഏത് കപ്പിനാണോ അരി എടുത്തിട്ടുള്ളത് അതേ കപ്പിന് തന്നെ നിങ്ങൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം.
അപ്പോൾ ഈ ഒരു 2 കപ്പ് ബസ്മതി റൈസിന് എനിക്ക് 3.25 കപ്പ് വെള്ളം വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പ്രത്യേകം പറയാണ്, എല്ലാ ബസ്മതി റൈസിനും ഈ ഒരു കറക്റ്റ് ക്വാണ്ടിറ്റി ആവണമെന്നില്ല വെള്ളത്തിനത്. ചില റൈസ് നമുക്ക് 1 കപ്പിന് ഒരു 1.5 കപ്പ് വെച്ചിട്ട് തന്നെ വെള്ളം വെച്ചിട്ട് ചേർത്തിയാൽ തന്നെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. പക്ഷെ ചില അരിക്ക് നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ വേണം. അപ്പോൾ ഈ ഒരു അരി എനിക്ക് കുക്കായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 3.25 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതായത് ഞാൻ 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ അളന്നെടുക്കും. അതിൽ നിന്നും പിന്നെ ഞാനൊരു 1/4 കപ്പ് ഒഴിവാക്കുകയാണ് ചെയ്യാറ്. എപ്പോഴും ഞാൻ ബസ്മതി റൈസിൽ ചെയ്യുമ്പം പിന്നെ കുക്കറിലല്ലാതെ ചെയ്യുമ്പോഴും ഇങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. ഈ ഒരു കപ്പിന് 3.25 കപ്പ് വെള്ളം എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന കപ്പിന് 4 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ നിന്നും പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം മാറ്റിയിട്ട് വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള ചേർക്കാം. അപ്പോൾ ഇതുപോലെ 3 കപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള 1/4 കപ്പ് വെള്ളമാണിത്. ഇതുകൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് കൊടുക്കുക. അതിപ്പം നമ്മൾ പ്രഷർ കുക്കറിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പിന് നമ്മൾ 1.5 കപ്പ് വെള്ളമാണ് എടുക്കുക. പക്ഷെ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നത് ബസ്മതി റൈസൊക്കെ പ്രത്യേകിച്ച് നമ്മൾ കുക്ക് ചെയ്യുമ്പം ഈ ഒരു മെഷർമെൻ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് മാത്രമുള്ള ഉപ്പ് മാത്രം വേണം നമ്മൾ ചേർക്കാൻ. നമ്മൾ സാധാരണ ബിരിയാണിയിലേക്കൊക്കെ ഊറ്റിയെടുക്കുന്ന രീതിയിൽ റൈസ് കുക്ക് ചെയ്യാറില്ലേ, അതുപോലെ നമ്മൾ ഉപ്പ് കൂടുതലായിട്ട് ചേർക്കരുത്. കാരണം നമ്മളിത് റൈസ് ഇതിലേക്ക് ചേർത്തിയിട്ട് അത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപ്പ് കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളത്തിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് മാത്രം ചേർക്കുക. കുറച്ച് ചേർത്തിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ നോക്കുക, എന്നിട്ട് ബാക്കി ചേർത്തിയാൽ മതി. ഇനി ഞാനത് അടച്ചു വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അതൊന്ന് ബോയിൽ ചെയ്ത് വരുന്നത്, അതായത് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാണ്. എന്നിട്ട് നമ്മളിതിലേക്ക് അരി ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്തുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബസ്മതി റൈസ് ആണ്. 2 കപ്പ് ബസ്മതി റൈസ് ആണിത്. ഇത് നന്നായിട്ട് 2-3 തവണ നമ്മൾ കഴുകിയെടുക്കാം. നന്നായിട്ട് തിരുമിയിട്ട് കഴുകിയെടുക്കുന്നു വേണ്ട, അരി പൊട്ടിപ്പോവും. അതല്ലാണ്ട് തന്നെ 2-3 തവണ കഴുകിയെടുത്തിട്ട് ഒരു 30 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു റൈസ് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ കൂടെ പറ്റും. കാരണം നമ്മൾ അരി ചേർത്തിട്ട് നമുക്കിത് പെട്ടെന്ന് കുറേ ടൈം എടുക്കില്ല. സാധാരണ നമ്മൾ കുതിർത്ത് വെക്കാതെ ബസ്മതി റൈസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എളുപ്പത്തിൽ അത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസും ആവും. അപ്പോൾ ഈ ഒരു കപ്പാണ് നമ്മൾ റൈസ് എടുത്തിട്ടുള്ളത്. ഇതിന് കറക്റ്റായിട്ടും നിറയെ തന്നെ 2 കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെഷർമെൻറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കറക്റ്റായിട്ട് എടുക്കുന്ന ഒരു മെഷർമെൻറ്റ് തന്നെ നോക്കുക. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഒരുപാട് നേരം തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. തിളച്ച ഉടനെ തന്നെ നമ്മൾ റൈസ് ചേർക്കണം. കുറേ ടൈം അതിങ്ങനെ തിളച്ചുകൊണ്ടിരുന്നാൽ നമ്മളെ ചേർത്തിട്ടുള്ള വെള്ളം റെഡ്യൂസ് ആയിട്ട് പോകും, വറ്റിയിട്ട് പോകും. അപ്പോൾ നമുക്ക് റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയും വെള്ളം നമ്മുടെ പാത്രത്തിൽ ഉണ്ടാവില്ല. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. തിളച്ച ഉടനെ തന്നെ അരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വീണ്ടും ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നമ്മളത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റിന് ശേഷം ഇതിനകത്ത് നിന്നും കുറച്ച് വെള്ളമൊക്കെ ഒന്ന് റെഡ്യൂസ് ആയിട്ടുണ്ട്, വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നന്നായിട്ട് തന്നെ എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് റൈസ് ഒന്ന് ഒതുക്കി കൊടുക്കാം. അങ്ങനെ പാനിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഒന്ന് ഒതുക്കി കൊടുക്കുക. അതല്ലെങ്കിൽ അത് മാത്രം ഇങ്ങനെ വേവാണ്ട് നമ്മുടെ പാത്രത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കും. അപ്പോൾ അതുപോലെ ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് വളരെ ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കുകയാണ്. വളരെ ചെറിയ തീയിലാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടി പിടിക്കും എന്ന് ഡൗട്ടൊക്കെ ഉള്ള പാത്രമാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം എല്ലാം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഞാനിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിൽ ചെറുതായിട്ടൊരു എന്താ പറയുക, ഒരു മോയ്സ്ചർ, ഒരു നനവ് പോലെ തോന്നും ഈ ഒരു സമയത്ത്. പക്ഷെ അത് കുഴപ്പമില്ല. നിങ്ങളത് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഫ്ലെയിമിൽ ഇടരുത്. തീ ഓഫ് ചെയ്തിട്ട് ഈ ഒരു കണ്ടീഷൻ ആണ് എങ്കിൽ വീണ്ടും നമ്മളിത് അടച്ച് വെച്ചിട്ട് തീയൊന്നും ഓണാക്കാതെ തന്നെ 2 മിനിറ്റ് കൂടെ അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടും ഇതിനകത്തുള്ള ഒരു മോയ്സ്ചർ ഉണ്ടല്ലോ, ഒരു നനവ് പോലെ തോന്നുന്നില്ല, അതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ അത് കണ്ടിട്ട് വീണ്ടും നിങ്ങൾ തീ ഓൺ ചെയ്തിട്ട് അത് വറ്റിച്ചെടുക്കാനുണ്ടെന്ന് വിചാരിച്ചിട്ട് നിൽക്കരുത്. ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡിയാണ്. ഇനി നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തിട്ടുള്ള സവാള, അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സ്, കിസ്മിസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മുടെ മലബാർ നെയ്ച്ചോറാകുമ്പം ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് സവാളയും കാഷ്യൂ നട്ട്സും അതുപോലെ റൈസിൻസൊക്കെ ചേർക്കാറുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് നെയ്യിൽ വറുത്ത് കോരിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഒക്കെ ഒന്ന് ചേർത്തിയിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തുറക്കുമ്പോൾ നല്ലൊരു നെയ്യിൻ്റെ ഫ്ലേവർ ഉണ്ടാകും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം.
പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നിങ്ങൾ യൂസ് ചെയ്യുന്ന അരി നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്താലും ഒട്ടിപ്പിടിക്കുന്ന ഒരു രീതിയിലുള്ള അരിയൊക്കെയാണ് എങ്കിൽ നിങ്ങൾ നമ്മളെ വെള്ളം ചേർത്തിയ സമയത്ത് തന്നെ അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി കൂടെ ഒന്ന് പിഴിഞ്ഞിട്ട് ചേർത്തിട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അരി ഒട്ടിപ്പിടിക്കുന്ന ഒരു ടെൻഡൻസി ഒന്ന് കുറഞ്ഞിട്ട് കിട്ടും നമ്മൾ നാരങ്ങയുടെ നീര് കൂടെ ചേർക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലബാർ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. ഈ രീതിയിൽ ഇതുവരെ നെയ്ച്ചോറ് തയ്യാറാക്കാത്തവരാണെങ്കിൽ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പ്രത്യേകിച്ചും ബാച്ചിലേഴ്സ് തയ്യാറാക്കിയിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഒരു നെയ്ച്ചോറിലേക്ക് നല്ല കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് ചിക്കൻ റെസിപ്പീസ് അതുപോലെ തന്നെ ബീഫിൻ്റെയൊക്കെ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്തിട്ട് കൂടെ കൊടുക്കുക. ഇനി വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക്